എല്ലാവരും ആവലോടെ വെയിറ്റ് ചെയ്തിരുന്ന ഗ്ലോബ് ട്രോട്ടർ എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജമൗലിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പടത്തിൻ്റെ പേര് വന്നു, വാരണാസി. നിന്ന് കഥാപ്രസംഗം. അപ്പോൾ വാരണാസിയുടെ ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. നമുക്കതൊന്ന് കണ്ടുനോക്കാം. ശ്രീ ദുർഗ ഭക്തിപ്പടം പോലെ തുടക്കമൊക്കെ അല്ലേ? സായി ദുർഗ ആർട്സ്. പക്ഷേ ഈ ലോഗോ കാണുമ്പം ഇത് ഒറിജിനൽ തന്നെയല്ലേ എന്നൊരു ഡൗട്ടുണ്ട്. ഫ്രം ദ ഡയറക്ടർ ഓഫ് ബാഹുബലി RRR. എന്താ ഈച്ച വെക്കാത്ത പേര്? മഗധീരയില്ലേ? ആ അല്ല, പുറത്തറിയാനേ. ഓ വാരണാസി ആയിരിക്കല്ലേ? അതെ, വാരണാസി. 512 CE. യാഗം നടത്തി 2027 CE. ആസ്ട്രോയിഡ് സംഭവി. സൗണ്ട് പറ. കളർ കൂടാണല്ലോ. CG അല്ലേ മൊത്തം അല്ലേ? അല്ലല്ലോ, അന്റാർട്ടിക്ക. CG. അമ്പു അപ്സൈഡ് വേൾഡ് ആണ്. അപ്സൈഡ് ഡൗൺ കപ്പലാണ് അത്. കപ്പൽ ഒടിഞ്ഞ് കപ്പൽ കയറി ആ ഐസ്ബർഗിൻ്റെ അകത്തിരിക്കുക. ആഫ്രിക്കയാണോ? ആ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ അതല്ലേ? ചാടുന്നു. റോപ്പ് പോകുന്നുണ്ട് അതിനകത്ത്. മറ്റേ സാധനമാണോ മഹേഷ്? മറ്റേ ഇന്ത്യൻ ജോൺസിന്റെ പോലെ ഉക്കിരപെട്ടിക്ക് നാളൊക്കെ ഓടുന്നുണ്ടല്ലോ. മേളിൽ നിന്നൊരാൾ വീഴുന്നുണ്ട്. വേണ്ട, പ്രിയങ്ക ചോപ്രയാണോ? കാളി തല വെട്ടി. ദുർഗാദേവി കാളിയ. ലങ്കാനഗരം. ഹനുമാനാണോ? ഹനുമാനാ ലങ്കാദഹനമാണെന്ന് തോന്നുന്നു. അതെ, വാലെ കൂടെ സാധനം ഓടിയതാണ്. ആ യുദ്ധമാണല്ലോ, രാമരാവണ യുദ്ധമായിരിക്കും കേട്ടോ. അതാരാ? അത് രാമൻ. മണികർണിക ഘട്ട്. ഇതൊന്നും കണ്ടില്ല. ആഹാ, സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു ഗാരു. ഷോവെത്തി. സിംഹം. കാളയ കയ്യിൽ ശൂലമൊക്കെ ആയിട്ട് കാളപ്പുറത്ത് ശിവൻ. നന്ദീശ്വരമായിരിക്കും. ആ ഉൽക്ക വീഴുന്നതിൻ്റെ അല്ലേ അത്? ടൈം പ്ലോട്ട്. അപ്പോൾ അവിടെ ഇവിടുത്തെ തിയേറ്ററിൽ കാണുമ്പോഴത്തേനും വലിച്ചു വെക്കുമല്ലേ? ഇവരിത് റിവീൽ ചെയ്യാൻ ഉപയോഗിച്ച മറ്റേ LED സ്ക്രീന് 150x100 അപ്പൊ ഏകദേശം IMAX റേഷ്യോ വെച്ചിട്ടാണ് അവരത് ആ സ്ക്രീൻ പണിഞ്ഞേക്കുന്നത്. ഇത് ബിഗ് പരിപാടിയാ. ജെയിംസ് ക്യാമറൂൺ, സ്റ്റീവൻ സ്പിൽബർഗ്, ക്യാമറമാനും നമ്മുടെ സ്കോർസെസി താത്ത എല്ലാവരും കാണാൻ പോകുന്ന പടം. അപ്പോൾ അതുപോലത്തെ പരിപാടി എടുക്കണം അവർക്ക്, മനസ്സിലായോ? അല്ലാതെ അതേപോലെ ഈ നാട്ടിലെ കുറച്ച് പേര് കാണുന്ന സിനിമ അല്ല ഇത്. എനിക്ക് ഇന്റർനാഷണൽ പടമാണ്. ഈ ഗ്ലോബ് ട്രോട്ടർ എന്ന പേര് അത്ര സൂചിച്ചില്ലായിരുന്നു. അതെന്തു വരുന്നത്? അതിൻ്റെ അർത്ഥം എന്തുവാ? ഉലകം ചുറ്റും വാലിബ് എന്ന് പറയുന്ന പോലെ ഉള്ള സെറ്റപ്പാണ്. എങ്ങനെ അതന്നെ, അഥവാ കഥയിൽ ഇപ്പം എല്ലായിടത്തും പോകുന്നുണ്ട്. അന്റാർട്ടിക്ക മുതൽ അങ്ങ് എല്ലായിടം വരുന്നു, എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഭൂഖണ്ഡങ്ങളും ടച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് വീണ ഈ ഉൽക്കയുടെ എന്തോ പവറാണ്. കഥ പറയട്ടെ, ഞാൻ കഥ പറയട്ടെ. എനിക്ക് കഥ അറിയാം, ഞാൻ കഥ പറയും. രാജമൗലിയുടെ പടത്തിന്റെ എനിക്കറിയാം.
എന്നാ പറ. നീയാണല്ലേ പൃഥ്വിരാജ്. അറിയാം, എനിക്കൊരു സോഴ്സിൽ ഒരു കഥ കിട്ടുന്നുണ്ട്. ആ കഥ ആയിരിക്കും എന്നാണ് ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എടാ റെഡിറ്റ് എടുത്ത് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ പിന്നെ ഇല്ലില്ല, എനിക്ക് എല്ലായിടത്തും ഒരേ കഥയെ കിട്ടും. ഇതിന്റെ അകത്ത് ഒരു 2 കഥയിൽ സൂപ്പർ ഹിറ്റ് ആവും അടിച്ചു കഴിഞ്ഞാൽ. എന്തായാലും പക്ഷേ ടൈറ്റിൽ സീക്വൻസ് പോലെ ഉണ്ടായിരുന്നു, പടത്തിലെ സീക്വൻസ് അല്ലായിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് പൃഥ്വിരാജിനെ കാണിക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. അതെ, എന്നൊരു രാജുവേട്ട പരിപാടി കാണാൻ വേണ്ടി ഹൈദരാബാദ് വന്നിരിപ്പുണ്ട്. ആ മനുഷ്യനെ അവിടെ നിങ്ങൾ ഇരുത്തിയിട്ട്. അല്ല, ബർത്ത്ഡേക്ക് ഒരു ഫസ്റ്റ് ഒരു പോസ്റ്റർ വിട്ടത് പൃഥ്വിരാജിന്റെ പോസ്റ്ററിലാണ് തുടങ്ങിയത്. അതെ അതെ, അതൊക്കെ പക്ഷേ അതിന്റെ ട്രോളുകളെല്ലാം ഇന്നത്തോടെ എപ്പോഴാണ് ഈ പടം റിലീസ്? 2000 ഏത് വർഷം അറിയത്തില്ല, ഡേറ്റ് ഒന്നും 27 ജനുവരി എന്നൊരു കണക്കുണ്ട്, അല്ലെങ്കിൽ 26 ഡിസംബർ എന്നൊരു കണക്കുണ്ട്. എനിക്കറിയില്ല, 26 ഡിസംബർ എന്ന് പറയുമ്പോഴത്തേനും അടുത്ത വർഷം. ഇതിന്റെ ഷൂട്ട് മൊത്തം കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞെന്നാ പറയുന്നത്. ഡിസംബറാണ് ജൂലൈ ആണ് അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസംബർ ആണെങ്കിൽ 1 വർഷം. CG ഒക്കെ ചെയ്യാനാണ് ഒരുപാട്. അപ്പോൾ CG ചെയ്യാനെങ്കിൽ സമയം എടുത്ത് അവർ ചെയ്യത്തുള്ളൂ, മാക്സിമം നോക്കണ്ടേ. ഇതിപ്പം വിഷ്വൽസ് ഒന്നും കാണിച്ചില്ലല്ലോ. ഇല്ലില്ല, ഇത് സിംഗിൾ പാർട്ട് മൂവി വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, വാരണാസി പാർട്ട് 1 ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പടമായിരിക്കും. ഈ RRR 2 തന്നെ പുള്ളി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എല്ലാത്തിനും സാധ്യത ഉണ്ട്. പുള്ളിയുടെ ഫ്രണ്ടോട്ടുള്ളതും ബാക്കോട്ടുള്ള കഥ എന്തായാലും. പക്ഷെ പുള്ളിക്ക് തിരിച്ചതിലേക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് വരണല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നേരെ ഒന്നെങ്കിൽ RRR 2, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മഹാഭാരതം, അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ പുള്ളിക്ക്. മഹാഭാരതം പുള്ളി ഭയങ്കര ലോങ് എവേറ്റഡ് സാധനമാണ് പുള്ളിയുടെ. അത് പുള്ളി ഒരുപാട് നാളായിട്ട് പറയുന്ന സാധനമാണ്. ഇതിന്റെ സ്കെയിൽ വെച്ചിട്ടാണ് അത് കൺഫേം ചെയ്യാൻ പുള്ളി പറയുന്ന സംഭവം. മഹാഭാരതം ചെയ്യണമെങ്കിൽ 5 വർഷം എനിക്കൊരാൾ ഡേറ്റ് തരണം. അപ്പോൾ എൻ്റെ കൂടെ 5 വർഷം ആളുകളെ വെച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ 5 വർഷം എൻ്റെ കൂടെ നിൽക്കണം അവർ. അപ്പോൾ അത് അത്രയും കമ്മിറ്റ് ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ട് വന്നാലേ അത് നടക്കത്തുള്ളൂ. ഒരാളല്ല, അറിയാമല്ലോ. അതൊരു ലൈഫ് ടൈം റോളായിരിക്കും അതിൻ്റെ അകത്തുള്ള ചെയ്യുന്ന എല്ലാവർക്കും. അതിപ്പോൾ ബാഹുബലി എങ്ങനെയാണ് പ്രഭാസിന് 5 വർഷമായിരുന്നു ബാഹുബലി. ഇപ്പോൾ ഇത് ഒരു മഹാഭാരതം ഒരു പടമായിട്ട് എടുക്കണം തന്നെ പുള്ളിക്ക് ഒരു പടമായിട്ട് എടുക്കത്തില്ലായിരിക്കും. യുദ്ധം തന്നെ വേണം ഒരു പടം. ഒരു സീരീസ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഇപ്പോൾ. പക്ഷെ അത് അത്രയും ഹെവി ബജറ്റഡ് പരിപാടിയായിരിക്കും. അപ്പോൾ വാരണാസി എത്ര രൂപ ബജറ്റ് എന്നറിയും ഇതിൻ്റെ? 1000 വരെ കേൾക്കുന്നുണ്ട്. ആണോ? പുള്ളിക്ക് ഇപ്പം കിട്ടും, അതായത് എന്തായാലും അതൊക്കെ പുള്ളിക്ക് ഉറപ്പായിട്ടും കിട്ടുമല്ലോ, ആ ബജറ്റ് കിട്ടുമല്ലോ. ബജറ്റിന്റെ മാത്രമല്ല, ഇതിന്റെ പ്രൊമോഷന് വേണ്ടി പ്രസ്സിനെയൊക്കെ, അത് US നിന്ന് പ്രസ് വന്നിട്ടുണ്ട്, വെറൈറ്റിയിലൊക്കെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, അതാ പറഞ്ഞ ബാക്കി ക്രൂവിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞോ? ക്രൂവിന് എല്ലാ ഡീറ്റെയിലും വന്നില്ല. ഇപ്പൊ ഇത് ക്രെഡിറ്റ്സിൽ കുറച്ച് പേരെ പേര് മാത്രം വെച്ചിട്ടുണ്ട്. UK ആക്ടേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇത്രയും 3 പേരാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിരുന്നത്. ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് എടുത്തില്ല. കീരവാണി മ്യൂസിക്, അത് ശ്രീപ്രസാദ് ആയിരിക്കുമല്ലോ എഡിറ്റർ. ശ്രീപ്രസാദാണ്. കിങ് സോളമൻ ഫൈറ്റ് ചെയ്തിരുന്ന കിങ് സോളമനാണ്. ഇവന്റിന് മാത്രമായിട്ട് എന്തല്ലേ ഒരു പാട്ട് ശ്രുതിഹാസൻ പാടിയിരിക്കുന്ന ഒരു സോങ് ഇറക്കിയിട്ടുണ്ട്. ഗ്ലോബ് ട്രോട്ടറിന്റെ ഒരു സോങ് ഇറക്കിയിരിക്കുന്നത്. അത് ഇതിന് വേണ്ടി ചെയ്തേക്കുന്നത്. ആക്ച്വലി പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ടായിരുന്നു, കീരവാണി സാർ ചെയ്ത സാധനങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ല, ഇത് വെറൊരു തുടക്കം മാത്രമാണ്, ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത സാധനം വരണമെങ്കിൽ നല്ല സമയം എടുക്കും. പ്രത്യേകിച്ച് വിഷ്വൽസ്, സിനിമയുടെ വിഷ്വൽസ്, സിനിമയുടെ ഒറിജിനൽ വിഷ്വൽസ്. ഇത് പടത്തിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന നമ്മൾ ആദ്യത്തെ ഒരു കഥ പോലെ പറയുമായിരിക്കും, ടൈറ്റിൽ സീക്വൻസ് പോലെ എന്തെങ്കിലും പോകാനുള്ള ഐറ്റം ആവാം ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വിദേശത്തുള്ളവർക്ക് ഇതിന്റെ ഒരു ബേസ് ലെവൽ നോളജ് കിട്ടണമല്ലോ, അതിന് വേണ്ടി ഒരു സാധനം ഇറക്കും. ഇത് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സാധനമില്ലേ, അത് പടത്തിലില്ലെങ്കിൽ, പടത്തിലുണ്ടെങ്കിൽ ഓക്കെ വിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാമെന്ന് വെച്ച് കുറേ വിടുമല്ലോ. ഏതായാലും നമ്മുടെ നമ്മുടെ മിത്തോളജി അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അത് സിനിമയിലോട്ട് കറക്റ്റായിട്ട് പുള്ളി ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര സ്കില്ലുണ്ട് പുള്ളിയുടെ. എല്ലാ പടത്തിനും അത് പുള്ളി പിന്നെ മേക്കിങ്ങിന്റെ സ്കെയിലും അത്രയും വലുതായതുകൊണ്ട് ഒരു ഗ്രാൻഡിയർ ആണ് എല്ലാവരും. പുള്ളി ചിന്തിക്കുന്നത് എന്താണോ അത് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ആൾക്കാരുണ്ടേ പറ്റും, പുള്ളിയെ കൊണ്ട് പറ്റും. നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിച്ചോടിച്ചോടും. അല്ല, ഇതിനകത്ത് തന്നെ ഇപ്പൊ ഒന്നുകൂടെ അത് പുള്ളി ചെറിയ പടങ്ങൾ ചെയ്ത് അച്ചീവ് ചെയ്ത സാധനം. അതെ അതെ, അത്രയും പടങ്ങൾ ചെയ്ത് വന്നല്ലേ. ഒന്നുകൂടെ കാണാനുള്ള സംഭവം. അതിന് ഇപ്പം സ്കെയിൽ ചെയ്യുമ്പോഴേ വലിയ സാധനം ഹനുമാന്റെ വാലിൽ തുമ്പത്തെ ഒരാള് വാലിങ്ങനെ വളഞ്ഞില്ല, വാലെ കൂടെ എന്തോ സാധനം ഓടുന്നുണ്ട്, കുറച്ചധികം ഡീറ്റെയിൽ. കാളിയുടെ ആ ഇത് കാണിച്ചത് ഒരു റെഡ് സാരി എടുത്ത് ഒരു ലേഡി താഴോട്ട് വീഴുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ. ഈ പുള്ളി പറയുന്നുണ്ട് രാമനായിട്ടാണ് എന്തോ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ പുള്ളി മറ്റേ ഈ ലൈവിൽ. ആക്ച്വലി ഞാൻ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോൾ അതിൽ രാജമൗലി പറയുന്നുണ്ടായിരുന്നു. തെലുങ്കിലാണ് പറഞ്ഞത്. നമ്മളത് നമുക്കറിയാവുന്ന തെലുങ്കിൽ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടറിനെ രാമനായിട്ടാണ് പുള്ളി കണ്ടിട്ട്. ശിവന്റെ ഒരു എലമെന്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അറിയില്ല എന്താ സംഭവം. മഹേഷ് ബാബു രുദ്രല്ലേ? രുദ്ര, അങ്ങനെയാണ് ക്യാരക്ടറിന്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പൃഥ്വിരാജാണോ രാമൻ? പൃഥ്വിരാജാണോ? കുംഭ അതാണ് കുംഭമേളാണ് അവസാനം അല്ലേ? അറിയത്തില്ല. മറ്റേ കഥയില്ലേ നമ്മുടെ പാലാഴിമതനം. അല്ല, ഞാനൊരു തമാശ കുംഭ എന്നാണ് ക്യാരക്ടർ പേര്. അപ്പൊ കുംഭമേളയായിട്ട് കണക്ട് ചെയ്യല്ല. ഹോട്ട് ടോപ്പിക്സ് അതെല്ലാം തൊടാതിരിക്കുന്ന നല്ലത്. നമ്മളില്ലേ കാണുന്നത് മലയാളികളായതുകൊണ്ട് സീനില്ല. അതെ അതെ. പിന്നെ തെലുങ്കന്മാർ കാണും, അവർ മറ്റേ ഈ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇട്ടു അങ്ങനെയാണ് ഒന്നുകൂടെ കാണാം.
അപ്പോൾ ഗൈസ് ഇത് അപ്പോൾ ഞങ്ങൾ രാജമൗലിയുടെ ഒരു ഭയങ്കര വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ നമ്മളൊക്കെ പഴയ രാജമൗലിയുടെ സീല് കണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ 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 അതെ. അതായത് പഴയ ഛത്രപതി മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ ബന്ധം, ഞാനും രാജമൗലി തമ്മിൽ. ഛത്രപതി പിന്നെ യമദൊങ്ക, മഗധീര, ഈച്ച, RRR. അവിടെ ചിരിത്തയുടെ തെലുങ്കുണ്ടല്ലോ, വിക്രമകുടു ഉണ്ട്. ഞാന് മഗധീരയാണ് ആദ്യം കാണുന്നത്. പക്ഷെ അത് മഗധീര 2 ഭാഗമായിട്ടാണ് കണ്ടത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് സെക്കൻഡ് ഹാഫ് വേറെ പടം, 2 പടം. പിന്നെ ഇങ്ങനെ ഇത് വേറെ പടമാണല്ലോ. അതല്ല അത് ഇതിന് രണ്ടും ഒന്നാന്ന് അറിയുന്ന കുറെ കാലം കഴിഞ്ഞിട്ടാ സെക്കൻഡ് ഹാഫ് ഇത് കൊള്ളാം, ഈ പടം കൊള്ളാം. പിന്നെ നമ്മൾ ലൈഫിൽ ആദ്യമായി കണ്ടത് തെലുങ്ക് പടം. തെലുങ്ക് കണ്ടത് മഗധീരയായിരുന്നു. അതിനു മുമ്പേ ഛത്രപതി നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാളം വേർഷൻ ആയിരുന്നു കണ്ടിരുന്നത്. നമ്മൾ +2 ടൂർ പോയപ്പോഴത്തേനും ബസ്സിൽ മഗധീര ഇട്ടിട്ടുണ്ട്. ആ CD വേണ്ടി എത്ര പേര് വന്നെന്നറിയോ? കണ്ടിട്ടില്ല. നമ്മുടെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആരും ഇങ്ങനെ ഒരു പടം. ആലപ്പുഴയിൽ ഈ പടം കണ്ടോ കുറച്ച് ആൾക്കാരുള്ളൂ നമ്മളല്ലേ. അത് കഴിഞ്ഞ് എത്ര നാളെ കഴിഞ്ഞാൽ ഇത് മലയാളത്തിലോട്ട് ഡബ് ചെയ്തു. അതിലും വെറൈറ്റി പടം ബസ്സിലിട്ടത് ഹാപ്പി ഡേയ്സ്. അതും മലയാളം ഭാഷ. മഗധീരയുടെ CD നമുക്ക് കിട്ടിയത് വിഷ്ണുചേട്ടൻ്റെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. നമ്മുടെ വലിയൊരു കഥയാണ്, മഗധീര ഭയങ്കര ഒരു അന്ന് ഈ കഥ നമുക്ക് ആരോ വന്നിട്ട് പടം കണ്ടേച്ച് നിങ്ങൾ കഥ നരേറ്റ് ചെയ്യും. അപ്പം നമ്മൾ കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കഥയാണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളിത് കാണാൻ പോയത്. അപ്പൊ സബ്ടൈറ്റിൽ ഇല്ല, ഫ്രണ്ടിനകത്ത് ഓർമ്മയില്ല, സബ്ടൈറ്റിൽ ഇല്ല. അപ്പൊ നമുക്ക് തെലുങ്ക് അറിയത്തില്ല. നമ്മൾ 100 പേരുമായിട്ട് പക്ഷേ ആ പടം കണ്ട് മനസ്സിലാക്കാൻ സബ്ടൈറ്റിലും വേണ്ടായിരുന്നു, തെലുങ്കും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. പടം അങ്ങനെ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ പാട്ട് നമ്മൾ അന്ന് പാട്ടൊക്കെ ഇട്ട് നമ്മൾ വൈബ് ചെയ്യുമായിരുന്നു. അതാണ് രാജമൗലിയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സംഭവം വരട്ടെ. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് വിലായത്ത് കുത്തയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് വരാനായിട്ട്. അപ്ഡേറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് പുതിയ ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് വരും. അതിന് ഇന്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ രാജുവേട്ടനോട് വാരണാസിയുടെ ചോദ്യങ്ങളുണ്ടാവും. രാജുവേട്ടൻ്റെ ഇത് എന്തെങ്കിലും വീട് പോകും അല്ലേ? അത് മതി. അപ്പോൾ നമ്മൾ മറുപടിയും വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ മറ്റേ ഹൈപ്പ് അത് മറക്കരുത് കേട്ടോ.